Independent India, many years as a policy on border, best defense is not to develop the border. Undeveloped border is more safe than developed border. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് അവികസിത പ്രദേശങ്ങളായിരുന്നു. വികസനം എത്തി നോക്കാത്ത ഇന്ത്യയുടെ പ്രദേശം. അവിടെയുള്ള ജനങ്ങൾ അസംതൃപ്തരുമായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കാണുന്നത്. കുമാർ ഭാസ്കർ വർമ്മ സേതു, അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു പാലം. ഇന്ത്യയുടെ സംസ്ഥാനമായ അസമിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3000 കോടി ബഡ്ജറ്റില് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു മടിയും മോദി ഭരണകൂടം കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ദൃശ്യം കൂടി കാണിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റീസിൽ അദ്ദേഹം വിമാനമിറങ്ങുന്ന ദൃശ്യങ്ങളാണിത്. എയർഫോഴ്സിന്റെ C-130J എയർക്രാഫ്റ്റിലാണ് അസമിൽ പുതിയതായി പണികഴിപ്പിച്ച ഹൈവേ 37ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അതായത് ഇത്തരത്തിൽ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയാണ് നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഹൈവേയിൽ വേണമെങ്കിൽ അടിയന്തരമായിട്ട് വിമാനത്തിന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി നോർത്ത് ഈസ്റ്റിൽ തന്നെ ആദ്യമായിട്ടാണ്. എന്തുകൊണ്ട് ഇതൊക്കെ മുൻ സർക്കാരുകൾ നിർമ്മിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ മനസ്സിലാവും നരേന്ദ്രമോദി ആരാണെന്ന്. So many years there was no construction of roads, airfields, nothing in the border areas. By that time China continued to develop their infrastructure in the border areas. ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞൊരു കാര്യമാണ്. അതായത് 2ാം UPA സർക്കാരിന്റെ കാലത്ത് മുൻ കോൺഗ്രസ് സർക്കാരുകൾ എടുത്ത നിലപാടാണിത്. എന്ന് വെച്ചാൽ ചൈനയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിർത്തി സംസ്ഥാനങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിന്റെ ന്യായീകരണം അതാണിത്. പ്രവോക്കിക്കാതിരിക്കുക എന്നുള്ളതാണ് അത്ര ആദ്യത്തെ ഡിഫൻസ്. To admit the truth, I have no hesitation. Compared to India, in the area of building infrastructure, China is much advanced. Their infrastructure development is superior to India. We are only catching up. അപ്പോൾ അങ്ങനെ ആയിരുന്നു മുൻ സർക്കാരുകൾ നമ്മുടെ അതിർത്തി സ്റ്റേറ്റുകളെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പാലങ്ങൾ പണിയുക, റോഡുകൾ പണിയുക, മിലിറ്ററി ഫെസിലിറ്റീസ്, എയർഫീൽഡുകൾ ഒരുക്കുക, അതുപോലെ തന്നെ പുതിയ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ ഹൈവേയിൽ പോലും വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഫെസിലിറ്റീസ് കൊണ്ടുവരിക. ഇതൊക്കെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റമാണ്. മുൻ ഭരണകൂടങ്ങൾ ചൈനയെ പ്രവോക്ക് ചെയ്യുന്നതിനെ ഭയന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നുവെങ്കിൽ, ചൈന എന്ത് വിചാരിച്ചാലും ഒരു കോക്കനട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ ചെയ്തു വരുന്നത്. കുമാർ ഭാസ്കർ വർമ്മ സേതുവിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ 6 വരി പാത, ബ്രഹ്മപുത്ര നദിയുടെ കുറുകെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു പാലം. ഇതൊരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശരിക്കും ഈ ഒരു പാലത്തിന്റെ വരവോട് കൂടിയിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നറിയാമോ? ഗുവാഹട്ടിയും നോർത്ത് ഗുവാഹട്ടിയും തമ്മിലുള്ള കണക്ഷൻ, ഇപ്പൊ ഗുവാഹട്ടിയിൽ നിന്ന് നോർത്ത് ഗുവാഹട്ടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരത്തെ 45 മുതൽ 60 മിനിറ്റ് വരെ, അതായത് ഏതാണ്ട് 1 മണിക്കൂർ വരെ വേണമായിരുന്നു. എന്നാൽ ഈ ഒരു പാലം വന്നതോട് കൂടിയിട്ട് അത് 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ആയി കുറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തു വലിയൊരു മാറ്റമാണ് ഒരൊറ്റ പാലം വന്നപ്പോൾ സംഭവിച്ചത് എന്ന്. 8.4 കിലോമീറ്റർ നീളമുള്ള കണക്ടിവിറ്റി കോറിഡോറിന്റെ ഭാഗമാണ് 1.24 കിലോമീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് നിർമ്മിക്കാൻ 3300 കോടി രൂപയാണ് ചിലവ് വന്നത്. പക്ഷെ ഇത് നൽകുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ജനങ്ങൾക്കും സൈന്യത്തിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാലമാണിത്. സോ ഈ വിധത്തിലാണ് ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മോദി വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നവരോട് ഇതേ പറയാനുള്ളൂ, കണ്ണു തുറന്ന് കാണുക. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.